5000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ നടത്ത മത്സരത്തിൽ ഒരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് മുഹമ്മദ് സുൽത്താൻ. 9 വർഷം തിരുത്താതിരുന്ന ആ റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ തിരുത്തിയിരിക്കുന്നത്. സ്വർണം നേടുക എന്നതിനപ്പുറം ഒരു റെക്കോർഡിന് കൂടി ഇപ്പോൾ ഉടമയായിരിക്കുകയാണ്. മുഹമ്മദ് സുൽത്താൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? നല്ല സന്തോഷമുണ്ട്. പറഞ്ഞ് ആഗ്രഹമായി. നല്ല സന്തോഷമുണ്ട്. എന്തായാലും റെക്കോർഡ് ടാർഗറ്റ് ചെയ്ത് വന്നാണ്. എന്തായാലും അത് ചെയ്യാൻ പറ്റി. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരുത്തൻ എൻ്റെ കൂടെ സെക്കൻഡ് വന്നു. എൻ്റെ 2 വർഷം തോപ്പിച്ചാണ്. അതിൻ്റെ ഒരു വാശി എനിക്ക് ഉണ്ടായിന്. അവൻ എന്തായാലും അടിക്കണം ഈ വർഷം ഉണ്ടായിന്. അപ്പോൾ എന്തായാലും ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് വന്നു. നല്ല കോമ്പറ്റീഷൻ. ലാസ്റ്റ് സ്പ്രിന്റ് അടിച്ചുകൊണ്ട് കിട്ടിയതാണ് ഗോൾഡ്. കുഴപ്പമില്ല. ഓനുണ്ടായിരുന്ന ടൈം വന്ന് കുഴപ്പമില്ല. പിന്നെ വാമാകത്ത് പ്രശ്നം ഉണ്ടായിന്. അല്ലെങ്കിൽ ബെസ്റ്റ് ടൈമിലോട്ട് വന്നേനെ. പിന്നെ വിചാരിച്ച ഒരു റെക്കോർഡ് ടൈമിൽ എന്തായാലും ചെയ്യാൻ പറ്റി. മഴ ഒരു പ്രശ്നമായിരുന്നോ? അതെ, മഴ ഉണ്ടായതുകൊണ്ട് വാമപ്പ് ചെയ്യാൻ പറ്റില്ല തീരെ. നേരെ സ്ട്രെച്ച് ചെയ്തിട്ട് കയറിക്കായിരുന്നു. പിന്നെന്താ, അനീഷേട്ടൻ്റെ റെക്കോർഡാണ് ഇത്. അനീഷേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മൂപ്പറ റെക്കോർഡ് ഇടാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം എന്നൊക്കെ. ഇത് ആദ്യത്തെ സ്വർണ്ണമാണോ സ്കൂൾ മീറ്റില്? അല്ലല്ല, കഴിഞ്ഞ വർഷം ഞാൻ സ്വർണ്ണമായിരുന്നു. ഈ വർഷം അത് നിലനിർത്തി ഗോൾഡ് വന്നു. 2 വർഷം തുടർച്ചയായിട്ട് ഗോൾഡാ. ഇല്ലല്ല, വാക്കിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ മാഷേ, ഇത് റെക്കോർഡും കൂടെ നേടിയിരിക്കുകയാണ്. ഇരട്ടി സന്തോഷം എന്ന് വേണ്ടി പറയാം. അതെ, ഇരട്ടി സന്തോഷം തന്നെയാണ്. നമ്മൾ സ്വർണ്ണത്തെക്കാൾ ഉപരിയാണല്ലോ റെക്കോർഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വർണം, ഞാൻ അവനോട് വരുമ്പോഴും പറഞ്ഞത് കാര്യം, എനിക്ക് സ്വർണ്ണമല്ല വേണ്ട, റെക്കോർഡാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അത് അവൻ എനിക്ക് വേണ്ടി തന്നു. അപ്പം ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. ഞാൻ അത് ആഗ്രഹിച്ചത് ഇന്ന് റെക്കോർഡാണ്. ഇത് സ്വർണ്ണമല്ല. സ്വർണം വരും, ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണം വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് പോരാ, എനിക്ക് അത് പോരാ എന്ന് എനിക്ക് തന്നെ തോന്നി. കഴിഞ്ഞ കൊല്ലം സ്വർണം വന്നാണ്. ഈ വർഷം അത് തിരുത്തി. കഴിഞ്ഞ കൊല്ലം തന്നെ ഞങ്ങൾ റെക്കോർഡ് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ വർഷം എനിക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ കുറഞ്ഞ കാലമായിട്ടുള്ള അവനെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ വർഷം എനിക്ക് ഇപ്പോൾ അവസാന സമയങ്ങളിലാണ് അവനെ കിട്ടിയത്. ഞാൻ ഐഡിയയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് ഐഡിയലിന്റെ മാനേജരോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. സാർ എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്തേക്ക് കുട്ടികളെ വിട്ടു. എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം. അപ്പോൾ അവനവിടെ വന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ കാലയളവിൽ ഒരു റെക്കോർഡ് സമയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിയായ സന്തോഷമുണ്ട്. 9 വർഷത്തെ റെക്കോർഡാണ്, 9 വർഷം പഴക്കമുള്ള റെക്കോർഡാണ്. അപ്പോൾ അത് തിരുത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷം. ഇപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, സാറേ ഈ റെക്കോർഡ് എനിക്ക് കുറച്ചു കാലം കിടക്കില്ലേ? ഞാൻ പറഞ്ഞ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വരും വർഷങ്ങളിൽ ഇതുപോലെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ നിന്നെ ഈ പിടിപ്പിച്ച പോലെ ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കും എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ സ്കൂൾ നാഷണൽസ് സിൽവർ വന്ന ആളാണ്. സിൽവർ വന്നു, ആ ഒരു സമയത്തേക്ക് വന്നില്ല. അപ്പം അതേപോലെ തന്നെ ഈ വരുന്ന 1 മാസം സമയം ഇനി ഞങ്ങൾക്കുണ്ട്. അപ്പം മജീദ് സാറ് അവനെ എൻ്റെ അടുത്തേക്ക് ട്രെയിനിങ് ചെയ്യാൻ വിട്ടാൽ ആ 1 മാസം കൊണ്ട് ഈ പറയണ കഴിഞ്ഞ കൊല്ലത്തെ സിൽവർ ഈ വർഷം ഞാൻ ഗോൾഡായിട്ട് തിരിച്ച് ഐഡിയലിന് സമ്മാനിക്കും. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? സ്കൂൾ നാഷണൽസ് ഗോൾഡ് വരുന്നതാണ്. കഴിഞ്ഞ വർഷം സിൽവർ വന്നിരുന്നു. ഈ വർഷം ഗോൾഡ് വരുന്ന നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും അത് നടക്കട്ടെ. സാറിനെനിക്ക് വിശ്വാസമുണ്ട്. സാർ എന്തായാലും ചെയ്യിപ്പിക്കും. ആ ഒരു സമയത്ത് ചെയ്യിപ്പിക്കുന്ന തോന്നുന്നു. എന്തായാലും സന്തോഷമാണ്. അപ്പോൾ റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് മുഹമ്മദ് സുൽത്താൻ ഒരു പുതു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.